ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആളെക്കൊല്ലിയാവുകയാണ് കൊച്ചി മെട്രോയുടെ 825 നമ്പർ പില്ലർ. 13 പേർ ഇതിനോടകം ഈ പില്ലറിൽ വാഹനമിടിച്ച് മരിച്ചു എന്നാണ് കണക്ക്. അപകടങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. കടവന്ത്ര കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് എളംകുളത്താണ് ഈ ഒരു മെട്രോ പില്ലർ ഉള്ളത്. എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. നമ്മളീ പറയുന്ന സ്ഥലം വഴി മിക്കവാറും ഞാനും കടന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പം എന്താണ് സംഭവം എന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വല്ലാതെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഈ കലൂർ ജംഗ്ഷനും അതുപോലെ തന്നെ വൈറ്റിലയൊക്കെ കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ റോഡിൽ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ കലൂരിൽ നിന്ന് കടവന്ത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടവന്ത്ര ചെന്നിട്ട് നമുക്ക് ആ പില്ലർ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പില്ലർ നമ്പർ 825 825 നമ്പർ പില്ലറാണ്, മെട്രോ പില്ലറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്നിട്ടാണ് ശരിക്കും ഈ ഒരു കത്തുകടവ് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് ട്രെയിന് നമ്മുടെ എറണാകുളം സൗത്തിലേക്കും ലെഫ്റ്റും നോർത്തിലേക്ക് റൈറ്റും തിരിഞ്ഞു പോകുന്നത്. അതായത് കോട്ടയത്തു നിന്ന് വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പാലം കഴിഞ്ഞിട്ട് കൊണ്ട് കുറേ ദൂരം വണ്ടി അവിടെ പിടിച്ചങ്ങ് ഇട്ടേക്കും. പിന്നെ നിരങ്ങിയേ പോകത്തുള്ളൂ ഏത് സ്റ്റേഷനിലേക്കാണേലും. നിങ്ങൾക്കിപ്പോൾ തോന്നുമായിരിക്കും ഞാനെന്താണ് ഇത്ര പതുക്കെ പോകുന്നതെന്ന്. മറ്റൊന്നുമല്ല, നമ്മുടെ ഗോപ്രോ നമ്മൾ വെച്ചേക്കുന്നത് ഹെൽമെറ്റിൽ ഒന്നുമല്ല, വണ്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് ഹെൽമെറ്റിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടിയിൽ ഞാൻ വെറുതെ മൊബൈൽ ഹോൾഡറിൽ തന്നെ വെറുതെ വെച്ചിരിക്കുകയാണ്. പിന്നെ കവറിങ് ഒന്നും കൊടുത്തിട്ടില്ല. അത് കാരണം ചെറിയൊരു കുഴിയിൽ ചാടിയാലൊക്കെ അപ്പം തന്നെ ഇത് തെറിച്ചു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ കുഴിയിലൊന്നും കയറാതെ വളരെ സ്ലോയിൽ വണ്ടി പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പോകുന്ന സൈഡിലൊക്കെ മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് കുറച്ച് നേരം നിർത്തി തണലൊക്കെ കൊണ്ടിട്ട് വേണമെങ്കിൽ പോവാം. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കടവന്ത്ര ജംഗ്ഷനിൽ എത്താറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ എത്ര നേരം ഇവിടെ വന്ന് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്ന കിടപ്പെന്നറിയാവും. അപ്പം നമ്മുടെ പില്ലറുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 825 നമ്പർ പില്ലർ കണ്ടുപിടിക്കണം. എത്ര വലിയൊരു ഭീകരനായ പില്ലർ ഉള്ളതെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് അറിയുകയാണ്. മിക്കവാറുള്ള എല്ലാ പില്ലറിലും കയറി ബൈക്കുകൾ പോയി ഇടിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ അശ്രദ്ധ മൂലമാണ്. ഇവിടെയും അതുതന്നെയാവും സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഈ കാണുന്നതാണ് എല്ലാവരും ഭീകരനായിട്ട് മുദ്ര കുത്തിയ നമ്മുടെ 825 നമ്പർ
മെട്രോ പില്ലർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എറണാകുളം മെട്രോ സ്റ്റേഷൻ വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു യു ടേൺ എടുക്കണം. യു ടേൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങേ സൈഡിൽ വന്നിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. ഇവിടെ അടച്ചു വെച്ചിരിക്കുക. യു ടേൺ എടുക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയാണ് അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി തിരിച്ച് അങ്ങേ സൈഡ് പോകണം. അങ്ങേ സൈഡ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ കൂടെ പോകേണ്ടതാണ്. ആ കുഴപ്പമില്ല, ലെഫ്റ്റ് പോയിട്ട് നമുക്ക് നോക്കാം എവിടെയാണ് ഇനി യു ടേൺ ഉള്ളത് നമുക്കറിയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ പില്ലറിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പില്ലറിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം. നമ്മുടെ 825 പില്ലറിന് സമീപം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 825 നമ്പർ പില്ലർ. അപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് കടന്നു പോകുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്കിനി റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. അങ്ങേ സൈഡിലാണ് നമ്മുടെ പില്ലർ ഉള്ളത്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി അടിച്ച് പപ്പടമോ അത് പില്ലറിൻ്റെ മുകളിൽ ഇരിക്കും പ്രശ്നം. നമ്മളെന്തെല്ലാം റോഡ് ക്രോസ് ചെയ്ത് ആ പില്ലറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു വളവാണ് ഇവിടെ കേട്ടോ. അതായത് കടവന്ത്രയിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പം നല്ല വളവാണ്. അപ്പം ഈ വളവിന് വരുമ്പോഴാണ് വണ്ടി അമിത ഏരിയയിലെത്തി പില്ലറയിലേക്ക് കയറി ഇടിക്കുന്നത്. അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്ന കാര്യം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഇന്ന് പില്ലറിനെ ഇടിച്ചിട്ട് പില്ലറെ പോയി ഇടിച്ചു, പില്ലർ കാരണം ആൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതായത് നമ്മൾ അങ്ങോട്ട് പോയി ഇടിച്ചിട്ട് പില്ലറിനെ കുറ്റക്കാരനാക്കുന്ന ഒരവസ്ഥയാണ്. ഒരു 30-35 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ അമിത വേഗതയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെ നിയന്ത്രണം വിട്ട് വണ്ടി പോയി ഇടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലറിൻ്റെ ഒരു സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ കൊച്ചി മെട്രോയിലെ മിക്ക പില്ലറുകളിലും ആൾക്കാർ പോയി വണ്ടി ഇടിക്കാറുണ്ട്. അത് പലപ്പോഴും വണ്ടി ഓടിക്കുന്നവരെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു വളവുള്ളത് കൊണ്ട് അമിത സ്പീഡിലെത്തിയാൽ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ പോയി ഇടിക്കുന്നതാണ്. മിക്കവാറുമുള്ള മരണങ്ങൾ നടന്നതൊക്കെ അപകടങ്ങൾ നടന്നതൊക്കെ രാത്രിയിലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതായത് വെറുതെ ഒരുത്തിനെ പോയി ഇടിച്ചിട്ട് നീയാടാ പ്രശ്നക്കാരെന്ന് പറഞ്ഞു വരുത്തുന്ന ഒരു പരിപാടിയാണ് പാവം പില്ലറിൻ്റെ പേരിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.